உங்களுக்கே தெரியும் நம்ம தமிழ்நாட்டில் ஏகப்பட்ட நீட் கோச்சிங் இன்ஸ்டிடியூஷன்ஸ் இருக்குது. ஸோ அங்கே தான் மோஸ்ட்லி நீங்கள் எல்லாருமே சேருவீங்க. பட் அதையும் தாண்டி நீங்கள் ஏதோ ஒரு ஃபைனான்ஷியல் மேட்டரில் உங்கள் ஃபேமிலி சுச்சுவேஷன் நீங்கள் கேரளா வர மாதிரி இருந்தால் என்னோடய பர்சனலாக நான் சொல்கிற ஒரு விஷயம், ஜேபிஎஸ் இன்ஸ்டிடியூஷன் இஸ் அ பெஸ்ட் சாய்ஸ். ഹലോ ഓൾ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇത് ഋത്വിക്, നമ്മുടെ ഡോക്ടർ JP's ക്ലാസ്സസിലെ സ്റ്റുഡൻ്റാണ്. നീറ്റ് 2024 ഒക്കെ എഴുതി ഇപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സീറ്റൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. മോൻ്റെ ഇത്തവണത്തെ മാർക്ക് എന്ന് പറയുന്നത് 630 ആണ്. ഋത്വിക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത് ഋത്വിക് ഈസ് ഫ്രം തമിഴ്നാട് നിന്ന് വരുവാണ്. എന്നിട്ട് ഡോക്ടർ JP's ക്ലാസ്സസിൽ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ലൊരു മാർക്ക്, അതായത് ഈ മാർക്ക് വെച്ചിട്ട് അവൻ എന്തായാലും തമിഴ്നാട്ടിൽ സ്റ്റേറ്റ് കോട്ടയിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് ആദ്യം മോൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, മോൻ ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം മലയാളത്തിനേക്കാൾ കൂടുതൽ മോന് വഴങ്ങുന്ന ഭാഷയൊക്കെ ഒബ്വിയസ്ലി തമിഴായിരിക്കും. അപ്പം അവിടെ ജനിച്ചിട്ട് പോലും അതാണ് കൂടുതലൊരു കംഫർട്ട് സോണെങ്കിൽ കൂടെ എന്തുകൊണ്ട് കേരളത്തിൽ വന്നിട്ട് ഡോക്ടർ JP's ക്ലാസ്സസ് ചൂസ് ചെയ്തു? ഞാൻ ജനിച്ച കുറച്ച് മാസത്തിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു. കേരളത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ ജോലി കാരണമായിട്ട് ഞാൻ കേരളത്തിലേക്ക് KG തൊട്ട് ഞാൻ 10th വരെ ഞാൻ കേരളത്തിലേക്കാണ് പഠിച്ചത്. പിന്നെ കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഞാൻ +1 തമിഴ്നാട്ടിലേക്ക് പോയി. തമിഴ്നാട്ടിൽ പോയി 2 കൊല്ലം ഞാൻ ഇന്റഗ്രേറ്റഡ് പഠിച്ചു നീറ്റ് കോച്ചിങ് ആയിട്ട്. കിട്ടൂല നമുക്ക്. ഇന്റഗ്രേറ്റഡ് പഠിച്ചിട്ട് എത്രയായിരുന്നു ഫസ്റ്റ് ചാൻസിൽ മാർക്ക്? ഇറ്റ്സ് 417. അപ്പോൾ എന്തായാലും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ചിട്ട് ഡ്രോപ്പ് എടുക്കാൻ പറഞ്ഞു. അമ്മയും അച്ഛനോ പറഞ്ഞത് ഇവിടെ തന്നെ എടുക്കാന്നാ. ബട്ട് എനിക്ക് അവിടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇല്ല അമ്മ, ഞാൻ കേരളത്തിലേക്ക് വരാന്ന്, ഞാൻ കേരളത്തിലേക്ക് പോവാണ്, ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് എടുത്തോല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ എനിക്ക് ഡോക്ടർ JP's ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തിയത്. അച്ഛനെങ്ങനെ അറിഞ്ഞു? അച്ഛൻ യൂട്യൂബ് വഴി? അച്ഛൻ ഇവിടെ തന്നെ താമസം. അപ്പോൾ എന്തായാലും കൊയിലാണ്ടി തന്നെ ഞങ്ങൾ താമസമായതുകൊണ്ട് JP's ഇൻസ്റ്റിറ്റ്യൂഷൻ പറ്റി പെട്ടെന്ന് അറിഞ്ഞ് ഇവിടെ 2 കൊല്ലം നല്ല റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും ആലോചിക്കാണ്ട് തന്നെ പോയി ചേർന്നു. ജസ്റ്റ് എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു നല്ല +2 കൂട്ടത്തിൽ തന്നെ. അത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആയിട്ട് എനിക്ക് കിട്ടിയാൽ മതി എന്നൊരു തോന്നലായിട്ട് ഞാൻ പോയതാണ്. പക്ഷെ അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് നല്ല കോച്ചിങ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതിന് ഭയങ്കര എനിക്ക് JP's ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അത് തന്നെയായിരുന്നു. മോനെ MBBS ഏത് കോളേജിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കും? തമിഴ്നാട്ടിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എവിടെയാണ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് കിട്ടുന്നതെന്ന് ആഗ്രഹം. എനിക്ക് ആ എൻവയോൺമെന്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ചേർന്ന് ആഗ്രഹിക്കും. മോനിപ്പം നേരത്തെ JP'സിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു, ലൈക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ലൊരു കോച്ചിങ് ആണ് കിട്ടിയതെന്നൊക്കെ. അപ്പോൾ മോന് JP's ക്ലാസ്സസിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പം ഇവിടുത്തെ ഡയറക്ടർ JP സാറ്, അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ്, നല്ല രീതിക്കുള്ള മെൻറ്ററിങ്, ഫുഡ്, പിന്നെ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മോന് JP's ക്ലാസ്സസിൽ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ JP'സിനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമായിട്ട് എന്താ? മെയിനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു നീറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും പ്രോപ്പർ കെയർ കിട്ടാറുണ്ടാവില്ല. അവർ ഫിൽട്ടർ ചെയ്യും മോസ്റ്റ്ലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും. പക്ഷെ ഇവിടെ ഞാൻ നന്നായി ടോപ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ അറ്റൻഷൻ, അവർ റിസൾട്ട് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യും. ബാക്കി കുട്ടികൾ എങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവരിത് വിടുകയാണ്. പക്ഷെ ഇവിടെ എല്ലാ കുട്ടികളും പിടിച്ചു നിർത്തിയിട്ട് ഒவ்வொரு കുട്ടികളിനും നല്ല പ്രോപ്പർ കെയർ കൊടുത്തിട്ട് അവരുടെ ബേസ് അവരെത്ര മാർക്ക് കുറഞ്ഞാലും അവരെങ്ങനെ പിടിച്ചോണ്ട് വരികയാണ്. അപ്പോൾ ഞാനൊരു കുട്ടീൻ്റെ മാർക്ക് കണ്ടപ്പോൾ അവൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അവനും ജസ്റ്റ് ഒരു റിപ്പീറ്ററാണ്. അപ്പോൾ അവൻ്റെ മാർക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഷോക്കിംഗ്. ഓക്കെ, എല്ലാവർക്കും പ്രോപ്പർ കെയർ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. എനിക്ക് മനസ്സിലായില്ല, ലൈക്ക് ആദ്യം ഉണ്ടായിരുന്ന മാർക്സിനേക്കാളും ഫൈനൽ നീറ്റ് ആയപ്പോൾ നല്ല മാർക്ക് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും പ്രോപ്പർ കെയർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അതൊരു അങ്ങനത്തെ ഒരു അവന് സാധിക്കാൻ പറ്റിയെന്ന് ഞാൻ പറയും. അപ്പം ആദ്യം +1 +2 തമിഴ്നാട്ടിലൊരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ പഠിച്ചൊരു സ്കൂളിൽ പഠിച്ചു പറഞ്ഞു. അപ്പം അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം JP's ക്ലാസ്സസിൽ വന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വേറെ സ്ഥലത്ത് പഠിച്ചിട്ട് പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ കുറേ ഡിഫറൻസസ്, അതിപ്പോൾ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും. അപ്പോൾ മോന് തോന്നിയ ഒരു മാറ്റം, ലൈക്ക് എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഫീൽ ചെയ്തത്? ഞാൻ ഓൾറെഡി അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഓൾറെഡി നമുക്ക് ഭാഷയിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എന്താ നമുക്ക് മലയാളം അറിയുന്നത് കൊണ്ട് ഡിഫറൻസ് ഒന്നും വന്നില്ല. എനിക്ക് വലിയ ഡിഫറൻസ് ഐ വാസ് ഏബിൾ ടു അഡാപ്റ്റ് ടു ഇറ്റ്. ഇപ്പോൾ വേറെ കാര്യം എന്ന് പറയുന്നത് ഫുഡ്. ഫോർ എക്സാമ്പിൾ
ഞാനിപ്പം എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ പോയി താമസിച്ചപ്പം എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 1 വീക്കിൻ്റെ അടുത്തായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് കേരളത്തിലെ ഫുഡ് തന്നെ കഴിക്കണം. അപ്പോൾ മോനും മേ ബി തമിഴ്നാട്ടിൽ ജനിച്ച് അവിടെ ലൈക്ക് അവിടെയായിരുന്നു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ 2 വർഷം അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഫുഡിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഫുഡ് തന്നെ കഴിക്കാറ്. പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് കേരള ഫുഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെന്താണ് എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം. എനിക്ക് തമിഴ്നാട്ടിൽ ഫുഡ് തീരെ അഡാപ്റ്റ് ആയില്ല എനിക്ക്. അപ്പം ഇവിടെ തന്നെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പേഴ്സണലായിട്ട് പറയാം. ജെപിസിലെ ഫുഡ് എങ്ങനെയായിരുന്നു? ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റലിൽ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ എല്ലാ ഹോസ്റ്റൽ ഫുഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല ബെറ്റർ ആയിരുന്നു. ഭയങ്കര ബെറ്റർ ആയിരുന്നു. എനിക്കത് എങ്ങനെ പറയാം, ജസ്റ്റ് ഹോം ഫുഡായിരുന്നു അത് മോസ്റ്റ്ലി ഒക്കെ. എനിക്ക് അങ്ങനെ ഫീലായ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ. ഇപ്പം മോനെ പോലെ, അതായത് തമിഴ്നാട്ടിൽ പഠിച്ച് അവിടെ വളർന്ന് എന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലൊക്കെ വന്നിട്ട് അതായത് നീറ്റിന് റിപ്പീറ്റ് ചെയ്യണം, അത് കേരളത്തിൽ തന്നെ ചെയ്യണം, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുന്നതൊക്കെ ഇങ്ങനെ ഡൗട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് മോൻ എന്താ പറയാനുള്ളത്? ஆக்சுவலாக நான் எல்லா தமிழ் ஸ்டூடெண்ட்ஸுக்குமே சொல்ல வர ஒரு விஷயம் என்னென்னா, உங்களுக்கே தெரியும் நம்ம தமிழ்நாட்டில் ஏகப்பட்ட நீட் கோச்சிங் இன்ஸ்டிடியூஷன்ஸ் இருக்குது. ஸோ அங்கே தான் மோஸ்ட்லி நீங்கள் எல்லாருமே சேருவீங்க. பட் அதையும் தாண்டி நீங்கள் ஏதோ ஒரு ஃபைனான்ஷியல் மேட்டரில் உங்கள் ஃபேமிலி சுச்சுவேஷன் நீங்கள் கேரளா வர மாதிரி இருந்தால், என்னோடய பர்சனலாக நான் சொல்கிற ஒரு விஷயம், ஜேபிஎஸ் இன்ஸ்டிடியூஷன் இஸ் பெஸ்ட் சாய்ஸ். ஏன்னா இங்கே ப்ராப்பரான கேர் இருக்குது, இங்கே இண்டிவிஜுவலாக கேர் இருக்குது. உங்களை எப்போவுமே கைவிட மாட்டாங்க இந்த சுச்சுவேஷனுமே. நான் பர்சனலாக ஃபீல் பண்ணியிருக்கேன். இதெல்லாம் ஒவ்வொரு டைமும் ஜேபி சார் அவ்வளோ மோட்டிவேட் பண்ணுவார். நான் இவ்வளோ இம்ப்ரூவ் ஆனதுக்கு காரணமே அவரால் மட்டும்தான். கடைசி நாள் எனக்கு லாஸ்ட் டைமில் கூட ஒரு நர்வஸ் இருந்துச்சு, என்னடா நம்ம பண்ணிடுவோமா, சப்போஸ் நம்ம கிடைக்கலன்னு என்ன பண்ணுறது அப்படிலாம் இருந்தப்போ ஜேபி சார் என்னை கால் பண்ணி ஓகே நீ நல்லா பண்ணுவ, நீ எதுவும் டென்ஷன் ஆகாத. ஸோ கடைசி வரைக்கும் அவர் என் கூட இருந்திருக்காரு. ஸோ அந்த விஷயத்தில் ஜேபிஎஸ் இன்ஸ்டிடியூஷன் நம்ம சொன்னோம். ஐ எம் ஸோ ஹாப்பி தட் ஐ ஜாயின் ஹியர். ജെപിനെ പറ്റി എന്താ പറയാനുള്ളത്? ജെപി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ഡോക്ടർ ജിബിൻ ലാൽ സാർ. അക്കോർഡിംഗ് ടു മീ ജെപി സാർ ഇസ് എ ഗോഡ് ടു മീ. He gave me a second chance to be a better version of myself. So എന്താ പറയുക, സാറിനെ പറ്റി പറയാൻ വാക്കൊന്നുമില്ല. ഈസ് ദ ബെസ്റ്റ്, അത്രയേ ഉള്ളൂ. ഈസ് ദ ബെസ്റ്റ്. ഇനി നീ 2025 എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവും. അവരൊക്കെ ആയിരിക്കും മോസ്റ്റ്ലി നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ലൈക്ക് ഈ ചേട്ടൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത്, ആ രീതിക്കൊക്കെ അവരുടെ അടുത്ത് നിനക്ക് എന്താ പറയാനുള്ളത്? ലൈക്ക് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ, അങ്ങനെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം, ഹാർഡ് വർക്ക്, നോട്ട് ഓൺലി ഹാർഡ് വർക്ക് എല്ലാം മാറ്റർ ചെയ്യും. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ഗോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് യുവർ ഡിറ്റർമിനേഷൻ, നിങ്ങളുടെ കോൺസിസ്റ്റൻസി, നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ സ്മാർട്ട് വർക്കും ഇൻക്ലൂഡ് ചെയ്യും. അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡൗൺഫോൾ ഉണ്ടാവുമായിരിക്കും, പിന്നെ അത് അങ്ങനെ, പക്ഷെ അതും വിചാരിച്ച് ഡൗൺഫോൾ ആവുന്നുണ്ടല്ലോ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നിർത്താണ്ട് ആ ഒരു തോട്ടിൽ വരാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അതായത് ആ റിസൾട്ട് ഒന്നും നോക്കണം, നിങ്ങൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങനെ ഫോർവേഡ് പോയിക്കൊണ്ടേ ഇരിക്കുക. ദെൻ യു വിൽ ഗെറ്റ് എ റിസൾട്ട്, ബെറ്റർ റിസൾട്ട്. അപ്പോൾ മോൻ എന്തായാലും മോൻ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് കോർട്ടിൽ അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ MBBS ഒക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.